കഴിയുന്നു. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനം. പാപം സംഭവിക്കാത്ത ആര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? എല്ലാവരിലും വലിയ വലിയ തെറ്റുകൾ വരെ സംഭവിച്ചു പോയി. കാണുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത് എല്ലാത്തിലും യഥേഷ്ടം അപരാധങ്ങളായി പോയി. എന്തുണ്ട് പരിഹാരം? അല്ലാഹു നമുക്കൊരുക്കി തന്ന ഈ 10 ദിനങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഉപമയുണ്ട്. ഒരാൾ ഒട്ടകപ്പുറത്ത് എങ്ങനെ സഞ്ചരിക്കാം. മരുഭൂമിയിലൂടെ ഏകാന്ത പഥികനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കാം. ക്ഷീണം വന്നപ്പോ ഒട്ടകത്തിൽ നിന്നിറങ്ങി താഴെ മണലാരണ്യത്തിൽ കിടക്കാൻ തുടങ്ങി. സുഖസുഷുപ്തിയിൽ അണ്ടുപോയി. സുന്ദരമായിട്ട് ഉറങ്ങി. അയാൾ എണീറ്റപ്പോ ഒട്ടകത്തെ കാണുന്നില്ല. റസൂലുള്ളാഹിന്റെ ഉപമയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തെ കാണുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി, ഒട്ടകത്തെ കാണുന്നില്ല. ബേജാറാകാൻ തുടങ്ങി. കാരണം ഒട്ടകത്തിന്റെ മുകളിലാണ് അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ഭക്ഷണമടക്കം സകല സാമഗ്രികളും ഒട്ടകത്തിനു മീതെയാണുള്ളത്. ഒട്ടകമെവിടെ? ഒട്ടകമെവിടെ? ഒട്ടകമില്ലാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. മരുഭൂമിയിൽ അയാൾ ഒറ്റക്കം. പേടിച്ച്, വറച്ച്, കഷ്ടപ്പെട്ട്, സങ്കടപ്പെട്ട്, വ്യസനത കൊണ്ട്, വ്യാകുലനായി, വ്യഥിതനായി അയാളിങ്ങനെ നിൽക്കുക. നട്ടോട്ടോടുകയാണ്, തിരിഞ്ഞു നോക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കഷ്ടപ്പാടിന്റെ സമയത്ത് പെട്ടെന്ന് അവിടെ നിന്നതാ തന്റെ ഒട്ടകം മെല്ലെ മെല്ലെ തന്നിലേക്ക് കടന്നു വരുന്നു. അപ്പൊ അയാൾക്ക് വരുന്നൊരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം കൊണ്ട് അയാൾ പറഞ്ഞു പോകും, അത്രേ, അല്ലാഹ് അന റബ്ബി അന റബ്ബുക വഅൻത അബ്ദി. ഈന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമാണ്. അതൊരു ശിർക്കിന്റെ വാക്കല്ല, അങ്ങനെ പേടിക്കണ്ട. അത് റസൂൽ ഒരു ഉദാഹരണം പറഞ്ഞതാ. സന്തോഷത്തിന്റെ മൂർധന്യതയായി ചിലപ്പോ അയാൾ അങ്ങനെ വരെ പറഞ്ഞു പോകും. അത്രക്കും സന്തോഷം. അതിനേക്കാൾ സന്തോഷമായിരിക്കും തെറ്റ് ചെയ്ത നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോഴെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരങ്ങൾക്ക് വിറക മാത്രമല്ല, ഒഴിവ് കിട്ടുമ്പോ ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുമ്മ ഗഫിർലി, അർച്ചനെ പുറത്തരണേ, ദുനൂബി, എന്റെ പാപങ്ങൾ, യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹ്. ഈ പ്രാർത്ഥന ഉള്ളിൽ നിന്ന് തട്ടണം. നോക്കൂ നിങ്ങൾ, ഖുർആനിന്റെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ. മനുഷ്യന്മാര് മോശമായ തെറ്റ് ചെയ്തു, ഔ വലമു അൻഫുസഹും, അവരവരോട് അതിക്രമം ചെയ്തു, എന്നിട്ടോ തെറ്റൊക്കെ ചെയ്ത് കഷ്ടത്തിലായി സങ്കടപ്പെട്ട് നിൽക്കുമ്പോ അല്ലാഹു ഓർത്തു, അല്ലാഹ് ചെയ്തു പോയി റബ്ബേ, ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം, അല്ലാഹ് പൊറുത്തന്നെ എന്ന് പാപമോചനവും നടത്തി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ ഉത്തരം പറയുന്നത് എങ്ങനെയെന്നറിയോ? അല്ലാഹ് പുറത്തു തരാൻ ആരാണുള്ളത്? അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹു നമുക്ക് പുറത്തരട്ടെ. പുറത്ത് തന്നില്ലെങ്കിലോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മളൊന്ന് ഇടങ്ങണ്ണിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പോലും ചോദ്യം ചെയ്യപ്പെടും. ഒന്ന് ഇടങ്ങണ്ണിട്ട് ഒരു ഹറാമിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എല്ലാത്തിനും ഒരു നയാ പൈസയുടെ വിഷയത്തിൽ വരെ ഉത്തരം പറയാതെ ഒരു കാല് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ഒരു സഭ വരാനുണ്ട്. അതാണ് മഹ്ശറ. അതുകൊണ്ട് ഈ 10 ദിവസം പോരെ, എന്നും വേണം, പക്ഷെ 10 ദിവസം അതിനായിട്ടുള്ളതാണ്. എല്ലാം പുറത്തരാൻ പടച്ച റബ്ബ് കാത്തിക്കാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ കണ്ണിന്ന് കണ്ണുനീരൊക്കെ വന്ന് ഒറ്റയ്ക്കിരുന്ന് ഇരുളിമയിൽ അല്ലാഹ് എന്നൊന്ന് വിളിച്ച് കരഞ്ഞാൽ അവനെല്ലാം പൊറുക്കും.
പൊറുക്കുന്നു മാത്രമല്ല യുബദ്ദിലു സയ്യിആതിഹിം ഹസനാത്ത്, ആ തെറ്റുകളെ മുഴുവൻ അല്ലാഹു നന്മയാക്കി മാറ്റുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. തെറ്റുമോ ആ വാക്യം? പാപമോചനം ഹൃദയത്തിൽ നിന്ന് കണ്ണീര് വന്ന് ഹൃദയം തട്ടി കൽബ് പൊട്ടി നടന്നാൽ തെറ്റ് മുഴുവൻ അല്ലാഹു നന്മയാക്കി മാറ്റിത്തരും. എന്തൊരു കാരുണ്യം, എന്തൊരു മഗ്ഫിറത്ത്! അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഇഷ്ടപ്പെട്ട പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലിയൊരു ശത്രുവാണ് ഫിർഔൻ. മറ്റൊരു ശത്രുവിനെ ആർക്കെങ്കിലും അറിയോ? ഫിർഔനല്ലാതെ വേറൊരു ശത്രു ഉണ്ടല്ലോ. ഫിർഔനല്ലാതെ മൂസാ നബിക്ക് ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. ഖാറൂൻ മൂസാ നബിയെ വല്ലാതെ ദ്രോഹിച്ചിരുന്നു, കളിയാക്കിയിരുന്നു, വ്യഭിചാര ആരോപണം വരെ നടത്തി. അവസാനം അല്ലാഹു സമ്മതം കൊടുത്തു, മൂസ ഈ ഖാറൂനെ ശിക്ഷിക്കാൻ അധികാരം നിനക്കുണ്ട്. ശിക്ഷ വന്നു. ഖാറൂന്റെ ശരീരം ഭൂമിക്കടിയിലേക്ക് വലിച്ചു കൊണ്ടുപോവാം. പോകുമ്പോഴൊക്കെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയോട് പറഞ്ഞു, യാ അർള്, ഭൂമിയെ ആ ശരീരത്തിനെ പിടിച്ചു കൊണ്ടുപോക്കോ. 70 തവണ ഖാറൂൻ മാപ്പ് പുറത്തന്നെ, എന്നോടൊന്ന് കരുണ കാണിക്കണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കെഞ്ചിയിരുന്നു. പക്ഷേ ദ്രോഹത്തിന്റെ ആധിക്യം കാരണം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ വാക്കുകളൊന്നും ദഹിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും യാ അർള് എന്ന് പറഞ്ഞ് ആ ശരീരം ഭൂമിക്കടിയിലേക്ക് പോയി. അതങ്ങ് കഴിഞ്ഞപ്പോൾ ഉടൻ അല്ലാഹു പറയാണ്, മൂസ ഖാറൂന് എന്നോടാണ് പുറത്തന്നെ എന്ന് പറഞ്ഞതെങ്കിൽ ഞാൻ അവനക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്ന് അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കാത്തിരിക്കാണ് പടച്ചോൻ. അല്ലാഹു കൈ നീട്ടി, അല്ലാഹു കൈ നീട്ടുന്നില്ല, അതൊരു പ്രയോഗമാണ്. അല്ലാഹു കരങ്ങൾ നീട്ടി നമ്മിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇവരെന്താണ് ഒന്ന് പാപമോചനം നടത്താത്തത്? ഇന്നല്ലാഹു ഗഫൂറുൻ, എല്ലാം പുറത്തരാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ചൊല്ലുമ്പോൾ മനസ്സ് തട്ടി ചെല്ലുക. അത് നിസ്കാരത്തിന്റെ പിറകെ മാത്രമല്ല, വീട്ടില് ഒറ്റയ്ക്കിരുന്ന് ഇലാഹായ അല്ലാഹുവോട് സംഭവിച്ചു പോയ അപരാധങ്ങൾ ആലോചിച്ച് വ്യാകുലരായി പൊട്ടിക്കരഞ്ഞാൽ പൊറുത്തിരുന്നു മാത്രമല്ല, തെറ്റ് മുഴുവൻ നന്മയാക്കി മാറ്റുന്ന കാരുണ്യത്തിന്റെ കാണാ കടലാണ്, സ്നേഹസ്പർശമാണ് അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ സുവർണ്ണ കാലമാണ്. അല്ലാഹു ഈ ദിനരാത്രികൾ ഉപയോഗപ്പെടുത്തി അവരിലേക്ക് അടുക്കാനും പാപമുക്തരാകാനും പാപങ്ങളെ തൊട്ട് പരിശുദ്ധരാകാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ റമളാൻ അവന്റെ കനിവ് കൊണ്ട് അവൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.